ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്നിപ്പർ ഷോട്ട് എൻട്രി ടെക്നിക് ദാറ്റ് നെവർ ഫെയിൽസ്, ഒരിക്കലും പരാജയപ്പെടാത്ത സ്നിപ്പർ ഷോട്ട് എൻട്രി ടെക്നിക്. ഇതിൻ്റെ പാർട്ട് 1 ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ബൈ സൈഡിലേക്കുള്ള എൻട്രി എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ് കറക്റ്റായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരുന്നത്. നൗ ഇന്ന് പോകുന്നത് അപ്പം സെൽ സൈഡിലേക്കുള്ള എൻട്രി എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ ഒരു ഹാപ്പി ന്യൂസ് പറയാം. ഈ ഒരു പർട്ടിക്കുലർ എൻട്രി 500 പോയിൻറ്റോളം, ഏകദേശം 425 പോയിൻറ്റോളം ഞാൻ റൈഡ് ചെയ്തതിന് ശേഷം പൊസിഷൻ ക്ലോസ് ചെയ്യേണ്ടത്. അത് ഒരു ഹൈ മൊമെൻറ്റത്തിലുള്ള ട്രേഡായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് 2-3 കൂട്ടം കൺഫർമേഷൻസും കൂടെ കണ്ടായിരുന്നു. അതിനകത്ത് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഓൺ എ മൈനർ ടൈം ഫ്രെയിം ഇറ്റ് വാസ് ഫോമിങ്. ദെൻ അതിനുശേഷം പ്രൈസിൻ്റെ ആക്ടിവിറ്റി നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സ്നിപ്പർ ഷോട്ട് എൻട്രി ടെക്നിക്ക് വെച്ചിട്ട് അതിനെ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് റിലീസ് ചെയ്ത ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ ആണ് മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ പാർട്ട് 13. ഈ ഒരു വീഡിയോയിൽ മാർക്കറ്റ് എങ്ങനെയാണ് എക്സാക്ട്ലി ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് എങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻറ്റ് റാലിയിൽ മാർക്കറ്റ് പോകുമ്പം അതെങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എക്സാക്ട്ലി ഈ വീഡിയോ എങ്ങനെയാണോ വന്നിരിക്കുന്ന ആ പർട്ടിക്കുലർ ഡേയിൽ തന്നെ മാർക്കറ്റ് ആ ഒരു കറക്റ്റായിട്ടുള്ള എൻട്രി സിനാരിയോസ് നമ്മളെ കൃത്യമായിട്ട് കാണിച്ചു തന്നു. അപ്പോൾ അതിനകത്ത് ഈ വീഡിയോയുടെ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാലും കാണാം, എല്ലാവരും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ആ കറക്റ്റായിട്ട് മാർക്കറ്റ് കൃത്യം അതുപോലെ തന്നെ ബിഹേവ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. സോ ആ പർട്ടിക്കുലർ എൻട്രിയിൽ ഞാനും എൻട്രി എടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏകദേശം 500 പോയിൻറ്റോളം ഇവിടെ നേരെ താഴെ വന്നിരുന്നു. ഇവിടെ ഈ കറക്റ്റ് ഒരു ഫോൾ എന്ന് പറയുന്നത് 545 പോയിൻറ്റോളം ഇതുണ്ടോ, 545 പോയിൻറ്റോളം വന്നു. ഇതിൽ എനിക്കൊരു 425 പോയിൻറ്റോളം എനിക്ക് കിട്ടി. ദ പ്രോബ്ലം വാസ് അത്ര ലോഡ് സൈസ് അത്ര ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര നോർമലി ഞാൻ ചെയ്യുന്ന ക്വാണ്ടിറ്റി അത്ര എടുത്തില്ലായിരുന്നു ആക്ച്വലി. കാരണം ഇതൊരു ഭയങ്കര വൺ സൈഡ് ബുള്ളിഷ് മൊമെൻറ്റം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോഡ് സൈസ് കുറച്ച് പോയി. പക്ഷേ അതിൽ എങ്കിലും നമ്മുടെ സെറ്റപ്പ് പ്ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ ഹാപ്പിയാണ് കണ്ടപ്പോൾ. എനിവേ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെല്ലിംഗ് സൈഡ് എൻട്രി ഓൺ എ സ്നിപ്പർ ഷോർട്ട് സെല്ലിംഗ് എൻട്രി, റൈറ്റ്. അപ്പം നമ്മളുടെ ബൈയിങ് എൻട്രി ഞാൻ ഇതിനു മുന്നേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരുന്നല്ലോ, ബൈയിങ് എൻട്രി എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ളത്. സോ ബൈയിങ് എൻട്രി ഇസ് ദിസ്, അല്ലേ. Low is made, high is made, and the low is taken. Simple schematic area, and price is going up, then price is pulling down one time, two time, then it shows momentum, then price is coming down. അല്ലേ, ഇതിൻ്റെ ലെവൽ വന്നിട്ട് നേരെ തിരിച്ചു പോകുന്നു. ഇതാണ് ബൈ സൈഡിലേക്ക് നമ്മൾ നോക്കുന്നത്, അല്ലേ. ബൈ സൈഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ സ്കീമാറ്റിക് ഓർഡർ എന്ന് പറയുന്നത്. സോ നൗ ലെറ്റ് us ഡ്രോ എ ലൈൻ. ഇവിടെ നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുന്നു. ഈ ലൈൻ ഡ്രോ ചെയ്തതിന് ശേഷം ദിസ് ഈസ് അവർ എൻട്രി പോയിന്റ്. ഓക്കെ, എൻട്രി എന്നൊന്നും ടൈപ്പ് ചെയ്യണ്ടല്ലോ, ലെറ്റ് us നോട്ട് വേസ്റ്റ് ടൈം. സോ നൗ വി വിൽ ഇൻവേഴ്സ് ദ ചാർട്ട്, ഓൾട്ട് പ്ലസ് ഐ. സോ ദിസ് ഈസ് എ സ്കീമാറ്റിക് ഓഫ് എന്താണ് നമ്മളുടെ സെല്ലിംഗ് സൈഡ് എൻട്രി, റൈറ്റ്. ബൈ സൈഡിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സെല്ലിംഗ് സൈഡിലേക്ക് നോക്കുന്നത്. സോ ബൈ സൈഡിൽ നമുക്ക് ആ ബൈ സൈഡ് ആക്ടിവിറ്റി ഓൺ എ മൈനർ ടൈം ഫ്രെയിം ഇവിടെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബൈ സൈഡിലേക്ക്. അപ്പോൾ ബൈ സൈഡിലേക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചാർട്ട് നമ്മൾ ഇൻവേഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് സെൽ സൈഡായി. സോ ബൈ സൈഡിൽ എന്താണോ നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, സെയിം തിങ് ഇൻവേഴ്സ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓൺ ദ റിവേഴ്സ് സൈഡ്, സെല്ലിംഗ് സൈഡിലേക്ക്. സിമ്പിൾ അല്ലേ. നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് അതിനുശേഷം വെൻ യു ആർ ഗെറ്റിംഗ് എക്സ്പെർട്ട് ഓർ യു ആർ ബിക്കമിങ് ആൻ എക്സ്പെർട്ട് ഇൻ ചാർട്ട് റീഡിങ്, ഇറ്റ് ഈസ് ഈസി, അല്ലേ. സോ നമുക്ക് ഈ സെയിം തിങ് സ്കീമാറ്റിക് ഇവിടെ നമുക്ക് ഇൻവേഴ്സ് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. സോ ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുക്കാം. ഓക്കെ, ഇവിടെ എടുത്തു. നൗ ലെറ്റ് ഇറ്റ് ബി. ഇവിടെ ഞാൻ തിരിച്ച് ഇൻവേഴ്സ് ചെയ്യുന്നു. സോ ഇനി എന്താണ് ചെയ്യുന്നത്, ഇവിടെ നമ്മളുടെ സെൽ സൈഡിലേക്കുള്ള നമ്മളുടെ സ്കീമാറ്റിക് വരയ്ക്കാം. സോ സെൽ സൈഡ് സ്കീമാറ്റിക് ഇസ് വാട്ട്, നത്തിങ് ബട്ട് പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ, then creating a high, then opposite, then created a new low, then again price will come up. ഇതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യും because it's clearing of liquidity എന്ന് പറയുന്നത്. then price is again pulling down, right. then price will pull back 2 times to clear the liquidity. അപ്പോൾ ഇവിടുത്തെ ലിക്വിഡിറ്റി ഇത് രണ്ടും കഴിഞ്ഞു. അതിനുശേഷം it has to show a momentum, right. It has to show a momentum, then price has to come back and mitigate this point, the final original point, then price will have to come down. This is the entry area. So now when you look at this is the entry candle എന്ന് പറയുന്നത് നമ്മളുടെ ഇതാണ് as per the schematic order. Now let us paste the earlier one. ഇതുണ്ടോ, നമ്മൾ അവിടെ ഷിഫ്റ്റ് ചെയ്തില്ലേ, സെയിം തിങ് അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇത് ഇൻവേഴ്സ് ചെയ്യാതെ നമ്മൾ കുറച്ചാൾ ഇതിനെപ്പറ്റി ഇങ്ങനെ നമ്മൾ ഡ്രോ ചെയ്യുമ്പം വാട്ട് യു വിൽ ഹാവ് ടു ഇതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. ഡ്രോ ചെയ്യുമ്പം വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്, ഐ എം ടീച്ചിങ് യു ദ സെയിം തിങ്, സെയിം സോങ് ഐ എം ടീച്ചിങ്, ഐ എം ഷോയിങ് യു അഗൈൻ ആൻഡ് അഗൈൻ. ഓക്കെ, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എനിക്കറിയാം ഇത്
കണ്ടുകൊണ്ടിരിക്കുന്നവർ ഓൾറെഡി മനസ്സിലായവർ ക്ഷമിക്കുക. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാകാതിരിക്കുന്നവരും പല പ്രാവശ്യം കേട്ടിട്ടും മനസ്സിലാകാതിരിക്കുന്നവരും അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് ഐക്യമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും അല്ലേ. ഞാൻ അങ്ങനെ വരുമ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് എന്താണ് പ്രൈസ് ഈസ് പുള്ളിങ് ഡൗൺ അല്ലേ, സോറി, പ്രൈസ് ഈസ് മേക്കിംഗ് എ ലോ ഈസ് മെയ്ഡ് ആൻഡ് ഹൈ ഈസ് മെയ്ഡ് ആൻഡ് ലോ ഈസ് ടേക്കൻ, ദെൻ ദ ഒറിജിനൽ ഹൈ ഈസ് ടേക്കൻ അല്ലേ. Low is made, high is made. Or again, price is mitigating for the first time to clear off the liquidity. Then price is making a low. Low means it is a lower low. Then price has to pull back 2 times to clear off the entire liquidity. Then it has to show a momentum. Then price has to come back and mitigate, and price will fly. This is the activity. Okay. അപ്പം ഈ ആക്ടിവിറ്റിയിൽ ദിസ് ഈസ് അവർ ചാർട്ടിൻ്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ, സോ 50 മിനിറ്റ്സിലേക്ക് നമ്മൾ ഈ ചാർട്ടിനെ നീക്കി കഴിയുമ്പോൾ യു വിൽ നോട്ട് ബി ഗെറ്റിംഗ് എനിത്തിങ്. സോ അതാണ് ഇതിൻ്റെ ഈ ടൈം ഫ്രാക്ടൽസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതാണ് 50 മിനിറ്റ്സിന് നോക്കുമ്പോഴത്തേനും ഇവിടെ ആ പാടെ 1 ക്യാൻഡിൽ കണ്ട് അതിനൊരു ഇത് കഴിഞ്ഞ് സെക്കൻഡ് ക്യാൻഡിൽ അതിൽ മൂന്നാമത്തെ ക്യാൻഡിലെ പ്രൈസ് ആൾപ്പോയി. പക്ഷേ നമുക്ക് എൻട്രി എടുക്കണം. സോ നമ്മൾ 5 മിനിറ്റ്സിൽ നോക്കുന്നു, അപ്പോൾ നമ്മൾ 3 മിനിറ്റ്സിൽ നോക്കുന്നു. ഇവിടെയാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 3 മിനിറ്റ്സിൽ നോക്കുമ്പോഴത്തേനും ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടപ്പോഴേ എനിക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ടിനകത്ത് നമുക്ക് എന്തെല്ലാം കോൺഫ്ലുവൻസസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കോൺഫ്ലുവൻസസ് ആർ മിയർ കൺഫർമേഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ കോൺഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ പ്രൈസ് ഈസ് ട്രേഡിംഗ് അറ്റ് എ പർട്ടിക്കുലർ റേഞ്ച് ഫോർ എ പീരിയഡ് ഓഫ് ടൈം, ഇറ്റ് ഈസ് കോൾഡ് കൺസോൾട്ടേഷൻ ഓർ ഇറ്റ് ഈസ് കോൾഡ് എ റേഞ്ചിങ് എൻവയോൺമെൻറ്റ് ഓർ ദ സെയിം തിങ് ഇറ്റ് ഈസ് കോൾഡ് എൻജിനീയർഡ് ലിക്വിഡിറ്റി. നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം എല്ലാവരും സൈഡ് വേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇച്ചിരി ഒരു സ്റ്റാൻഡേർഡ് കൂടിയ രീതിയിൽ വിളിക്കുന്നതാണ് എൻജിനീയർഡ് ലിക്വിഡിറ്റി. ഓക്കെ, നൗ ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് എൻജിനീയർഡ് ലിക്വിഡിറ്റി. ഓൾസോ ദ സ്ട്രക്ചർ, ദ സെല്ലിംഗ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഇതും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം ദിസ് ഈസ് കോൾഡ് എൻജിനീയർഡ് ലിക്വിഡിറ്റി. അപ്പം ദിസ് എൻജിനീയർഡ് ലിക്വിഡിറ്റി പ്രൈസ് ഹാസ് സ്പെൻഡ് സം 10-42 എവിടം വരെ വന്നു, 10-12 വരെയും വരുന്നു അല്ല. പ്രൈസ് ഒരു കൺസിസ്റ്റൻറ്റ് പീരീഡ് ഓഫ് ടൈം വന്നു. ഫ്രാക്ടൽ വോളിയം നോക്കുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഒന്നും പിടികിട്ടത്തില്ല. ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് മാർക്കറ്റ്. നോബഡി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദേ ഗോയിങ് ടു ഡു. മനസ്സിലായോ? സോ നൗ ഇവിടെ അതിനകത്തൊന്നും നമുക്കിവിടെ ഒരു പ്രശ്നമില്ല. ലെറ്റ് ദം പ്ലേ വാട്ട് എവർ ദേ വാണ്ട്. പക്ഷേ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുക, അത് വേറെ കാര്യം. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നൗ ഇവിടെ എഗെയിൻ സെക്കൻഡ് ലെയർ ഓഫ് എൻജിനീയർഡ് ലിക്വിഡിറ്റി, റൈറ്റ്, ആൻഡ് തേർഡ് ലെയർ ഓഫ് എൻജിനീയർഡ് ലിക്വിഡിറ്റി, ദിസ് വൺ. Third layer of engineering. Even price is trading at 3 levels, at 3 different levels, and it is spending quite some time, right? ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷൻ നമ്മൾ നോക്കണ്ട, ഇത് രണ്ടും നോക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിലും വാട്ട് ആർ യു സീയിങ് ഹിയർ, ഇത് ചാർട്ട് ഫോം ചെയ്തതിന് ശേഷം പറയുന്ന കൺസെപ്റ്റുകളല്ല. ദിസ് ഇസ് ദ വേ യു നീഡ് ടു ലുക്ക് ഇൻ ടു ദ ചാർട്ട് ആൻഡ് മേക്ക് എ കണ്ടക്സ്റ്റ് വാട്ട് ദ മാർക്കറ്റ് ഈസ് ട്രൈങ് ടു ടെൽ യു. എന്നാലല്ലേ നമുക്ക് അതിൻ്റെ ഡയറക്ഷണൽ പാത്ത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എൻജിനീയർഡ് ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ എൻജിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻജിനീയർഡ് ലിക്വിഡിറ്റി ക്ലിയർ ഓഫ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഓർ വിത്തിൻ ദ ടൈം ഓർ കറൻ്റ്ലി ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് ഓർ പ്രസൻറ്റ് മൊമെൻറ്റ് മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. സോ മാർക്കറ്റ് വിൽ ഡിസ്കൗണ്ട് എവറിത്തിങ്. ഓക്കെ, നോ എന്ന് വെച്ചാൽ നമ്മൾ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ബിഫോർ ദ മാർക്കറ്റ് ഡിസ്കൗണ്ട് യു നീഡ് ടു ഗെറ്റ് ഇൻ ടു. ദാറ്റ്സ് എ പോയിന്റ്. നൗ ഇങ്ങനെ എൻജിനീയർഡ് ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ ഒരു എൻജിനീയർഡ് ലിക്വിഡിറ്റി ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടും പ്രൈസ് നമ്മളുടെ ഈ ബുളിഷ് മൊമെൻറ്റത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോഴും അല്ലേ. സോ നമ്മളുടെ ഇവിടുത്തെ ഈ ഒരു കാര്യത്തിൻ്റെ ലെക്ചർ ഇച്ചിരി നീണ്ടു പോകുമെന്ന് തോന്നുന്നു. എനിവേ സാരമില്ല. നൗ 1 buy sell, this is coming back, then it goes up, pulls down 2 time. ഈ ഒരു ഇവിടെ വന്ന് ഇങ്ങനെ പോകുന്നു. സോ ദിസ് ഈസ് ദ ബൈ സൈഡ് ലിക്വിഡിറ്റി, ബൈ സൈഡ് എൻട്രി പ്ലാൻ, റൈറ്റ്. ദിസ് ഈസ് ദ ബൈ സൈഡ് എൻട്രി പ്ലാൻ. സോ ഇൻ ദിസ് ബൈ സൈഡ് എൻട്രി പ്ലാൻ വാട്ട് ഹാപ്പൻസ്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ഓവറോൾ സ്ട്രക്ചർ അനുസരിച്ച് ദിസ് ഈസ് കോൾഡ് എൻജിനീയർഡ് ലിക്വിഡിറ്റി, റൈറ്റ്. ക്ലിയർ ആണല്ലോ? ബിക്കോസ് ഇവിടെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം പ്രൈസ് നല്ലൊരു സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു ആക്ടിവിറ്റിക്കകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക്, ഗോയിങ് അപ്പ്, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ഒറിജിനൽ മൂവ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒറിജിനൽ മൂവ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അവിടെയല്ല അതിൻ്റെ മൊമെൻറ്റം ട്രിഗർ ചെയ്തിരിക്കുന്നത്. സോ പ്രൈസ് ഇസ് ഗോയിങ് അപ്പ്, ഇവിടെ വരുന്നു, പിന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് പോകുന്നു. ദിസ് ഈസ് എ ഒറിജിനൽ മൂവ്. സോ ഈ ഒറിജിനൽ മൂവ് എന്താ പറ്റിയാക്കുന്നത്, അവിടെ വന്നിട്ട് പ്രൈസ് ലിക്വിഡേറ്റ്
സെറ്റ് ചെയ്തോ ഇല്ലയോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ വരുന്നത്? പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. സോ മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ് ഓൺ എ പ്രോപ്പർ കണ്ടക്സ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ ഈ ഇൻസിഡൻറ്റിൽ സോ ഇമീഡിയറ്റ്ലി ഐ നോട്ടീസ് ദാറ്റ് ദർ ഇസ് എ ടാർഗറ്റ് ഹിയർ. ഓക്കെ, ഇറ്റ് വിൽ ഡിസ്കൗണ്ട് ഓർ ഇറ്റ് വിൽ എന്താണെങ്കിലും ഇവിടെ നമുക്കൊരു 10-50 പോയിന്റ് എന്താണെങ്കിലും കിട്ടും. സോ ക്രിയേറ്റഡ് എ സെല്ലിംഗ് പൊസിഷൻ ഇമീഡിയറ്റ്ലി. സോ അത് മാത്രമല്ലായിരുന്നു അതിൻ്റെ റീസൺ. ബിക്കോസ് ഇത് ഒരു കൺസിസ്റ്റൻറ്റ് ജേർണിയിൽ പ്രൈസ് മുകളിലേക്ക് പോവുക. അപ്പം നമ്മളിവിടെ എന്തെല്ലാം സെറ്റപ്പ് ഇവിടെ പ്ലേ ഔട്ട് ഓൺ എ സെല്ലിംഗ് സൈഡ് എന്തെല്ലാമാണ് ഇവിടെ പ്ലേ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഹാസ് ടു ബി പ്ലേഡ് ഔട്ട് വെരി വെൽ, ഓർ ലിറ്റിൽ സോങ് ഹാസ് ടു ബി പ്ലേഡ് ഔട്ട് വെരി വെൽ, ഓർ പുൾ ബാക്ക് സെനാരിയോ ഇവിടെ എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം. അത് മിറ്റിഗേഷൻ ചെയ്യാനായിട്ടാണോ വരുന്നതെന്ന് നോക്കണം മൈനർ കൺഫർമേഷനിൽ. അപ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റുകൾ പഠിച്ചിരിക്കുന്ന കൺസെപ്റ്റുകൾ എല്ലാം കൂടെ ക്ലബ് ചെയ്ത് നോക്കുമ്പം മോർ ഓവർ ഓൾ ദ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ക്ലബ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതിയല്ലോ, വേറെ നമ്മളതിനകത്ത് പാടുപെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴത്തേനും ഇഫ് ഓൾ ദ തിങ്സ് ആർ ടെല്ലിങ് യു ദ സെയിം തിങ് ഓവർ എ പീരീഡ് ഓഫ് ടൈം, അല്ലേ? നമ്മളും അതല്ലേ നോക്കുന്നത്. എല്ലാ കൂട്ടം കാര്യങ്ങളും നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടെ ക്ലബ് ചെയ്ത് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം അതിനെ അങ്ങനെ വന്ന് കാണിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? ദീസ് ആർ കോൾഡ് കോൺഫ്ലുവൻസസ് ആർ നത്തിങ് ബട്ട് ഇറ്റ്സ് മിയർ കൺഫർമേഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ കൺഫർമേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇഷ്ടം പോലെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അല്ലേ? ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. മില്യൺസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് പല ആൾക്കാരും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വാട്ട് ആർ ദോസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഷോയിങ് യു സം സോർട്ട് ഓഫ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വെച്ചിട്ട് അതിനെ നമ്മൾ മനസ്സിലാക്കിയത് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പ്ലോട്ട് ചെയ്യുന്നു. സോ ദർ ഇസ് RSI, ദർ ഇസ് EMA, അല്ലേ? എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, MACD, ദെൻ സോ മെനി ഡൈവേർജൻസ്, കൺവേർജൻസ്, ഒത്തിരി അധികം സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വാട്ട് ആർ ദ ടെല്ലിങ് യു? ഇറ്റ് ഈസ് ടെല്ലിങ് യു ദ സെയിം തിങ്, അല്ലേ? ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇറ്റ് ഈസ് ടെല്ലിങ് യു ദ സെയിം തിങ്. Similarly, same thing means it is a lagging price action, but we are focusing on a leading price action that is called a price and volume movement with respect to the fractal delivery of volume. അപ്പോൾ അതിനകത്ത് certain കാൽക്കുലേഷൻസ് കാണിക്കുമ്പോഴാണ് നമ്മൾ നോക്കുന്നത് എവിടെയാണ് നമ്മളുടെ ഫ്രാക്ടൽ വോളിയത്തിൽ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ബട്ട് മാർക്കറ്റ് ഈസ് വെരി ട്രിക്കി ദാറ്റ് വൈൽ ഓൺ എ ഫ്രാക്ടൽ വോളിയം ഡെലിവറി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ വാട്ട് ആർ ദി ഗോയിങ് ടു ഡു. ബിക്കോസ് ഫ്രാക്ടൽ വോളിയം ഡെലിവറിക്കകത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ any volume candle is being added into the market, what happens? Price will try to go up and down so that you will never know where it is heading up or going up or going down. You don't know. But most probably നമ്മളുടെ വോളിയം അനലൈസിസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ തന്നെ what is happening when the price is trading below on a particular വോളിയം ട്രിഗേർഡ് ക്യാൻഡിൽ, അതായത് വോളിയം ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം നെക്സ്റ്റ് ക്യാൻഡിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ക്യാൻ സേ ദാറ്റ് മാർക്കറ്റ് ഹാസ് എ ഡിസ്കൗണ്ടഡ് ഓൺ ദാറ്റ് ഏരിയ. മനസ്സിലായോ? അതാണ് നമ്മൾ പറയുന്നത് വെൻ പ്രൈസ് ഈസ് വോളിയത്തിൻ്റെ ബേസിസ് ചെയ്തിട്ട് നോക്കുന്നത് വെൻ ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ടിങ്, മാർക്കറ്റ് ഈസ് എ ഡിസ്കൗണ്ടിങ് ഓൺ ദ പ്രീവിയസ് പ്രൈസ് ആക്ഷൻ ഓർ ദ പ്രീവിയസ് പ്രൈസ് മൂവ്മെൻറ്റ്, അല്ലേ? ഇവിടെ നിന്ന് പ്രൈസ് താഴ്ത്ത് വരുവാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്? വീണ്ടും പ്രൈസ് താഴോട്ട് പോകുമ്പം വോളിയം ഇൻക്രീസ് ചെയ്യുകയും പ്രൈസ് താഴോട്ട് പോവുകയും അപ്പം ഏറ്റവും കൂടുതൽ വോളിയം ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ താഴെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് ഏരിയ ഈസ് കോൾഡ് എ ഡിസ്കൗണ്ടഡ് ഏരിയ എന്ന് നമ്മൾ പറയുന്നത് വോളിയത്തിൻ്റെ കൺഫർമേഷനിലാണ്. ഓൺ എ മൈനർ ഫ്രാക്ടൽ വോളിയം ഡെലിവറി കൺഫർമേഷനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നൗ അതിലാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഐഡിയ എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻഷ്യൽ പ്ലേ ഔട്ടിൽ എൻട്രി ഫോർമേഷനാണ് നമ്മൾ പറയുന്നത്. ഞാൻ കാർഡ് കയറി പോവല്ല, ബട്ട് ഐ എം ടെലിങ് യു സോ മെനി തിങ്സ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് എൻട്രി എടുത്തു എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു സെല്ലിംഗ് സൈഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും യു ക്യാൻ നോ ദാറ്റ് ദിസ് സോങ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്, ഈ ഒരു ന്യൂ സോങ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബൈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഓൾറെഡി പ്രീവിയസ് ലെസൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള വീഡിയോക്കകത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇവിടുത്തെ അഡീഷണൽ കൺഫർമേഷൻസ് എന്തൊക്കെയാണ് മാർക്കറ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതും കൂടെ ഒന്ന് ക്ലബ് ചെയ്യുകയാണെങ്കിൽ യുവർ തോട്ട് പ്രോസസ്, യുവർ എൻട്രി ടെക്നിക്ക്, നിങ്ങൾ ആ സമയത്ത് ഓരോരുത്തരും എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ യു ക്യാൻ ലുക്ക് ഇൻ ടു ദ മാർക്കറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഞാൻ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ മോഡലിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നോക്കി കാണാൻ പറ്റും. അപ്പോഴല്ലേ നമുക്ക് എൻട്രി കിട്ടുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേനും ഇവിടെ എന്താ പറ്റുക? നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് വോളിയം ഡിസ്കൗണ്ടിങ് എപ്പോഴാണ് അത് നിന്നുള്ളതാണ്. അപ്പോൾ വോളിയത്തിൻ്റെ കാര്യത്തിലെല്ലാം പറഞ്ഞു. അപ്പോൾ വെൻ യു വാച്ച് ദ വോളിയം സീരീസ് വീഡിയോസ് മേക്ക് ഷുവർ ദാറ്റ്
അതിനകത്ത് ഡിസ്കൗണ്ടിങ് ആസ്പെക്റ്റിൽ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ വോളിയം മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി പോയി വോളിയം കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഞാൻ എന്താണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നൗ ഇവിടെ നിന്ന് നമ്മൾ ഇനി അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേനും ഇവിടെ നമ്മൾ ഈ സെല്ലിംഗ് സൈഡിലേക്ക് വരണം. സോ സെല്ലിംഗ് സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ എന്താണ് നോക്കുന്നത്? ബൈങ് സൈഡിൻ്റെ ഓപ്പോസിറ്റ്. സോ 1 time, 2 time, 3 time. ഇത് ഈസിയല്ലേ? ദെൻ പ്രൈസ് ഹാസ് ടു പുൾ ബാക്ക് 2 time, 3 time, 4 time, whatever it is to liquidate the original position and the highest form of liquidity, whatever it is, it has to trigger back. അപ്പിലേക്ക് പോയിട്ട് മുകളിലേക്ക് താഴേക്ക് മൊമെൻറ്റം കാണിച്ചതിന് ശേഷം വീണ്ടും പ്രൈസ് മുകളിലേക്ക് വരുമ്പോൾ മാത്രമേ യു ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു എൻട്രി. റൈറ്റ്? നൗ ഈ 1 time, 2 time, 3 time ഓൺ എ മൈനർ ടൈം ഫ്രെയിം 3 minute or 1 minute, ഹൗ ഇറ്റ് ഈസ് ടു ബി ഐഡൻറ്റിഫൈഡ്, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അല്ലേ? അത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചർ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചോ. ഇവിടെ നമ്മൾ വരുന്നു, ഇവിടെ വരുന്നു, ലോ വരയ്ക്കുന്നു, ഹൈ വരയ്ക്കുന്നു, ലോ വരയ്ക്കുന്നു, ഹൈ വരയ്ക്കുന്നു, ലോ വരയ്ക്കുന്നു, ഹൈ വരയ്ക്കുന്നു, പ്രൈസ് ഇസ് ഗോയിങ് ഡൗൺ. സോ നൗ ഇഫ് ഐ ടേക്ക് ഔട്ട് ദിസ് സ്ട്രക്ചർ, ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദിസ് ഓർ നോട്ട്? ഞാൻ ഈ ഒരു സ്ട്രക്ചർ എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇത് എന്തിൻ്റെ ബേസിസിലാണ് ഇത് വരച്ചിരിക്കുന്നത്? അവിടുത്തെ ഇവിടെ കണ്ടിരിക്കുന്ന ഇത് വെച്ചിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇവിടെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫോർമേഷൻ ഇവിടെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കണം അല്ലേ? അപ്പം ഇവിടുത്തെ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ അകത്തോട്ട് നമ്മൾ കയറി നോക്കുമ്പോഴത്തേന് എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു പാറ്റേണിക് മൂവ്മെൻറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമ്മൾ ഹൈ ലോയും വരയ്ക്കുമ്പോൾ എന്താണ്, ഞാൻ ഇത് ഇച്ചിരി വലുതാക്കി വെക്കാം. ഓക്കെ, ഹൈ ലോയും വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ വരയ്ക്കുന്നത്? സോ ഓക്കെ, ഇവിടെ വെച്ച് ഞാൻ ഡ്രോ ചെയ്ത് കാണിക്കാം. സോ ഇവിടുന്ന് പ്രൈസ് നേരെ താഴ്ത്ത് വരുവാണ്. ഇതൊരു ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഇവിടെ ഒരു ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഹൈയിൽ ബ്രേക്ക് ചെയ്തോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഹൈയിൽ ബ്രേക്ക് ചെയ്തില്ല. അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. നേരെ താഴോട്ട് വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ലോയും പിന്നെ എടുക്കുന്നു അല്ലേ? അപ്പോൾ ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തോ? ഇല്ല. ഈ ക്യാൻഡിലിൻ്റെ ഹൈ എവിടെയാണ് ബ്രേക്ക് ചെയ്യുന്നത്? ഇതാണ് ബ്രേക്ക് ചെയ്യുന്നത് അല്ലേ? അതിനുശേഷം ആ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് എങ്ങോട്ട് പോയി? ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തോ? ഇല്ല. അതിനുശേഷം പ്രൈസ് സൈഡ് വേസ് നേരുന്നു. ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ലോ ഇവിടെ എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? പ്രൈസ് മൊമെൻറ്റം കാണിച്ച് മുകളിലേക്ക് കയറി വരുന്നു. സോ ഇത് നമ്മൾ ഇത്ര മാർക്ക് ചെയ്തു. സോ നൗ ഇഫ് യു ജോയിൻ ഓൾ ദീസ് ടുഗെദർ, ഓക്കെ, നമ്മൾ ഇതിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴത്തേന് ഇവിടെ വന്നു അല്ലേ? ഇവിടെ വന്നതിന് ശേഷം ഇതിന് ശേഷം ഇവിടെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുക്കുന്നുണ്ട് കണ്ടോ? ആ പർട്ടിക്കുലർ ക്യാൻഡിൽ ആ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ എടുക്കുന്നുണ്ട്. സോ ഇത് വരുമ്പോഴത്തേന് ഇങ്ങനെ വരും. ഓക്കെ, അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുന്നുണ്ട്. പിന്നെയും പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ട്. സോ പിന്നെയും പ്രൈസ് താഴെ വരുന്നുണ്ട്. പിന്നെയും പ്രൈസ് മൊമെൻറ്റം ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ ഇവിടെ വരച്ചു എന്ന് വിചാരിക്കുക. കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അതായത് ഈ ഒരു പ്രൈസ് ഇവിടെ വന്നു, ലോ വന്നതിന് ശേഷം ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഇതിൻ്റെ ലോയും എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ക്യാൻഡിലാണിത്. അതിനുശേഷം ഇവിടെ ഹൈ വന്നു, അതിനുശേഷം ഇവിടെ ലോ വന്നു, അതിനുശേഷം ഇവിടെ ഇവിടെ ലോ വന്നു ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ. അതിനുശേഷം ഇവിടെ ഹൈ വന്നു, ഇവിടെ ലോ വന്നു, ഇവിടെ ഹൈ വന്നു, ഇവിടെ ലോ വന്നു, ഇവിടെ ഹൈ വന്നു, പ്രൈസ് നേരെ താഴോട്ട് വന്നു. സോ ഇവിടെ നമ്മൾ നോക്കുമ്പം ആ ഒരു സ്ട്രക്ചറൽ മാർക്കിംഗ് നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. സോ ഇവിടെ കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ നമ്മളുടെ സെല്ലിംഗ് സൈഡ് എൻട്രിയിലേക്ക് നമ്മൾ നോക്കുമ്പം എന്താണ് നോക്കുന്നത് ഇവിടെ 3 times ലോ വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ 2 times മാത്രമേ ലോ വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഇവിടെ ഓൾറെഡി ഒരു മേജർ കൺഫർമേഷൻ നമുക്ക് കിട്ടി. എന്താണ് നമ്മളുടെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ വെൻ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഈസ് ഫോംഡ്, അതുകൊണ്ട് പറയാം, അതിനുശേഷം മുന്നോട്ട് പോകാം. എനിക്ക് തോന്നുന്നു നിങ്ങളത് എല്ലാവരും മറന്നുപോയെന്ന് തോന്നുന്നു. സോ വാട്ട് ഈസ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി? പെട്ടെന്ന് തീർക്കാം. സോ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻറ്റ് റൈസിൽ വന്നു, പ്രൈസ് വന്നു, ഇവിടെ വന്നു, താഴെ വന്നു, ഇങ്ങനെ മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി. എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഈസ് നത്തിങ് ബട്ട് കൺസോളിഡേഷൻ ഓർ വാട്ട് എവർ യു ക്യാൻ കോൾ റേഞ്ചിങ് ബൗണ്ട് എൻവയൺമെൻറ്റ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. നോ, പ്രൈസ് ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഹാസ് എ പവർ ആൻഡ് ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ ടു ഗോ സംവെയർ. മേ ബി ഇറ്റ് വിൽ ഗോ ഹിയർ ഓർ മേ ബി ഇറ്റ് വിൽ ഗോ ദെയർ. ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കൺസെപ്റ്റ് ആണെന്ന് തോന്നി, ഞാൻ മറന്നുപോയി. അതിനുശേഷം പ്രൈസ് എന്താണ് ചെയ്യേണ്ടത്? ഇഫ് മാർക്കറ്റ് വാണ്ട്സ് ടു ഗോ ലോവർ ഓർ ഹയർ, വി ഡോണ്ട് നോ വേർ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെഡ്. ഓക്കെ, നൗ വാട്ട് ഇറ്റ് ഹാസ് ടു ഡു? ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് ലിക്വിഡിറ്റി ഓൺ ദ അപ്പർ സൈഡ്, ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് ലിക്വിഡിറ്റി ഓൺ ദ ഡൗൺ സൈഡ്. രണ്ട് സൈഡിലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. സോ വാട്ട് വിൽ ഇറ്റ്, ഇതെന്താണ് ചെയ്യാൻ പോകുന്നത്? മേ ബി പ്രൈസ് വിൽ ലിക്വിഡേറ്റ്. പ്രൈസ് ഇവിടെ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും എല്ലാ ലിക്വിഡിറ്റിയും പോയി, ഈ ഏരിയയിലെ മുഴുവൻ ഓർഡേഴ്സും ട്രിഗർഡായി. ദെൻ ഇവിടെ പെൻഡിങ് ലിക്വിഡിറ്റി ഉണ്ട്. നോ, വാട്ട് പ്രൈസ് വിൽ കം? ഇറ്റ് വിൽ കം ബാക്ക് ഹിയർ, ദെൻ ഇറ്റ് വിൽ ട്രിഗർ അഗെയിൻ വൺസ് അഗെയിൻ. ദെൻ
ഇങ്ങോട്ട് താഴോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുന്നേ തന്നെ പ്രൈസ് നേരെ താഴോട്ട് ഇവിടെ വന്ന് ട്രേഡ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ഇച്ചിരി ഒന്ന് മുകളിലേക്ക് വാങ്ങും. അന്നേരത്തേന് എന്ത് ചെയ്യും, എല്ലാവരും പ്രൈസ് നേരെ താഴോട്ടാന്ന് ഓർത്ത് ഇവിടെ എല്ലാവരും ഷോട്ടിങ് തുടങ്ങും. അപ്പോൾ ഷോട്ടിങ് തുടങ്ങുമ്പോൾ എന്താണ്, ആക്ച്വലി എ പെൻഡിങ് ലിക്വിഡിറ്റി ഈസ് ഹിയർ, ഇറ്റ് ഹാസ് ടു ബി ക്ലിയർഡ്, സോ മാർക്കറ്റ് വിൽ കം ഡൗൺ ഹിയർ. ഓക്കെ, നൗ എന്ത് ചെയ്യും, ഇവിടെ ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും മാർക്കറ്റ് ഹാസ് ഡിസ്കൗണ്ടഡ് എവരിത്തിങ് അല്ലേ. ഈ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറിനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഹാസ് ഡിസ്കൗണ്ടഡ് എവരിത്തിങ്. നൗ ഈ മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള പർപ്പസ് എന്താണ്, ഇറ്റ് ഹാസ് ടു ഗോ അപ്പ്, ദെൻ പ്രൈസ് വിൽ ഗോ ദെൻ ഒരു സൈഡിലേക്ക് പോകും. സോ മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവരിത്തിങ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അപ്പർ സൈഡ് ബോത്ത് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ഹാവ് ടു കം ഡൗൺ. സോ താഴെ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ ബേസിസിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഇതിൽ വെച്ചിട്ട് പ്രൈസ് വീണ്ടും വന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും കയറിപ്പോകും. ഓക്കെ, ഇതാണ് ഇതിനകത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ എന്താണ് കാണാൻ പറ്റുന്നത്, ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിനകത്ത് ഇനി ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേട്ടണം. നമ്മൾ ഷോർട്ടിംഗ് പൊസിഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഫോർമേഷനകത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു പോയിന്റിൽ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഷോർട്ടിംഗ് എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ട് പ്രൈസ് താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും നമ്മൾ എന്താണ് പറയുന്നത്, ഈ ഒരു ഇവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ മൊമെൻറ്റം കാണണം എന്ന് നമ്മൾ പറയുന്നില്ലേ. അതിനുശേഷം മൊമെൻറ്റം കണ്ടതിന് ശേഷം പ്രൈസ് ഹാസ് ടു കം അപ്പ് അല്ലേ, ഇങ്ങനെ പ്രൈസ് കയറി വരണം. അങ്ങനെ പ്രൈസ് കയറി വരുന്നത്, മൊമെൻറ്റം കണ്ടതിന് ശേഷം പ്രൈസ് കയറി വരുന്നത് ഇറ്റ് ഈസ് ടു ലിക്വിഡേറ്റ് ദ ഒറിജിനൽ പൊസിഷൻ എന്നാണല്ലോ നമ്മുടെ കൺസെപ്റ്റ്. അപ്പം ഇതിനകത്ത് നമ്മളുടെ ഇങ്ങനെ മൊമെൻറ്റം കാണണമെന്ന് പറയുമ്പോഴത്തേനും നൗ പ്രൈസ് ഓൺ എ മൈനർ സ്ട്രക്ചർ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. മൈനർ സ്ട്രക്ചർ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, പ്രൈസ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് അഗെയിൻ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തു, പ്രൈസ് അഗെയിൻ ഒരു ന്യൂ ലോ ക്രിയേറ്റ് ചെയ്തു. കറക്റ്റ്, 3 ലോയും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ. അപ്പം നമ്മൾ നോക്കുമ്പം ഇവിടെ കാണുന്നത് എന്താണ്, 2 ക്യാൻഡിൽസ് ആണ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിത് 2 ലോ ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്കിവിടെ 2 ലോ ആയിട്ട് ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ, റൈറ്റ്. ബട്ട് പ്രൈസ് ഈസ് ഷോയിങ് യു എ മൊമെൻറ്റം ഓർ നോട്ട്, ദിസ് പോയിന്റ് അല്ല, ഈ പോയിന്റ് അല്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് എക്സാക്ട്ലി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ വന്നിട്ട് ഒരു മൊമെൻറ്റം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഗ്രീൻ കളർ വരച്ച് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിപ്പോൾ. സോ ലെറ്റ് us ടേക്ക് എ റെഡ് കളർ. ഇവിടെ നമ്മൾ ഒരു മൊമെൻറ്റം കാണിച്ചോ ഇല്ലയോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മൊമെൻറ്റം കാണിച്ചു അല്ലേ. ഇവിടെ അടുത്തത് ഇവിടെയും ഇതുപോലെ തന്നെ മൊമെൻറ്റം കാണിക്കണം, പ്രൈസ് നേരെ താഴോട്ട് വരുമ്പോഴത്തേനും. ഓക്കെ, 1 ടൈം 2 ടൈം. സോ ഇവിടെയും മൊമെൻറ്റം കാണിക്കുന്നത്, അങ്ങനെയല്ലേ പ്രൈസ് താഴോട്ട് വരുന്നത്, റെഡ് കളർ അങ്ങനെയല്ലേ വരുന്നത്. അപ്പം ഇവിടെ ആക്ച്വലി പ്രൈസ് നമ്മൾ ഇവിടെ നോക്കുമ്പം 2 ലക്സേ ഉള്ളൂ. ബട്ട് ഇവിടെ നോക്കുമ്പം ഈസ് ഇറ്റ് ഷോയിങ് എ മൊമെൻറ്റം, ബിക്കോസ് പ്രൈസ് മൂവ്മെൻറ്റ് ഈസ് ഹാപ്പനിങ് ഹിയർ, റൈറ്റ്. പ്രൈസ് മൂവ്മെൻറ്റ് ഇവിടെ നടക്കുന്നില്ലേ, ഇവിടെ തൊട്ട് താഴോട്ട് വരുന്നില്ലേ പ്രൈസ് നല്ലപോലെ ഇവിടുന്ന്. 1 ക്യാൻഡിൽ 67 പോയിൻറ്റ്. സോ 67 പോയിൻറ്റ് താഴോട്ട് വരുന്നുണ്ട്. സോ 67 പോയിൻറ്റ് താഴോട്ട് വരുന്നതിൻ്റെ അല്ല, 67 100 25 പോയിൻറ്റ് താഴോട്ട് വന്നോട്ടെ. ബട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് വൈസിൽ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് എന്താണ്, ഈ പ്രൈസ് ഈസ് ക്ലോസിങ് 1 ആഫ്റ്റർ അനദർ, 1 2 3. ദിസ് ഈസ് എ മൊമെൻറ്റം ഫ്ലോ ഓഫ് എന്നാ പറയുന്നത്, ഇൻറ്റേർണൽ പ്രൈസ് ഡെലിവറി എന്ന് നമുക്ക് പറയാൻ പറ്റും. മൊമെൻറ്റം ഫ്ലോ ഓഫ് ഇൻറ്റേർണൽ പ്രൈസ് ഡെലിവറി മൊമെൻറ്റമാണ്. നൗ ഇവിടെ നോക്കുമ്പം ഇങ്ങനെ നോക്കുവാണ് ഇത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ദിസ് ഈസ് ഓൾസോ എ മൊമെൻറ്റം, ബട്ട് ഈ മൊമെൻറ്റത്തിൻ്റെ അത്ര ഉണ്ടോ, ഈ മൊമെൻറ്റം ഇല്ല. നൗ എഗെയിൻ അനദർ സ്ട്രക്ചർ, ഇവിടെ വന്നു. സോ ഈ മൊമെൻറ്റത്തിൻ്റെ അത്ര ഉണ്ടോ, ഈ മൊമെൻറ്റം ഇതിൻ്റെ അത്ര ഉണ്ടോ, ഇതുണ്ടോ. അപ്പോൾ നമ്മൾ ഇഫ് യു കമ്പയർ ഓൾ ദീസ് 3 സെറ്റപ്പ്, ഓക്കെ, വിച്ച് ഹാസ് ഗോട്ട് ദ ഹയസ്റ്റ് മൊമെൻറ്റം, ദിസ് ഹാസ് ഈ ഫസ്റ്റ് വൺ, ഇതിനാണ് നമുക്ക് 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്നത് അല്ലേ. ഇതിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന് എത്ര മാർക്ക്, ഇതിന് പ്രൈസ് പിന്നെയും കുറച്ചുകൂടെ താഴെ വന്നിട്ടുണ്ട്, നമുക്ക് ഇതിന് ഒരു 85 മാർക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. ഇതിനെ നമുക്കൊരു 50 മാർക്കും കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ മൊമെൻറ്റം വന്നുകൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ ഇവിടെ നോക്കുമ്പോൾ പ്രൈസ് ഈസ് ക്ലോസിങ് 1 ആഫ്റ്റർ അനദർ. സോ ഇറ്റ് ഈസ് ഷോയിങ് എ ടൈപ്പ് ഓഫ് മൊമെൻറ്റം അല്ലേ. അപ്പം മൊമെൻറ്റം, വൈ ഡു യു think in terms of momentum, because you are relating a contextual understanding. മനസ്സിലായോ? ഒരു നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ലെസൺസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓൺ എ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് 2 ഡയമെൻഷണൽ വേയിൽ ഇത് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് വിൽ യു ബി ഗെറ്റിംഗ്, നമ്മൾ എന്താണ് അതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. ബിക്കോസ് നമ്മൾ ഈ കാണുന്ന പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ഡിസ്കൗണ്ട് എവരിത്തിങ്, ദ പ്രൈസ് വാല്യുവേഷൻ, ഇതിനെ എല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജി എന്ന് പറയുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കുമ്പം പച്ച ചുവപ്പും ഗ്രീനും റെഡും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മൊമെൻറ്റം. മനസ്സിലായോ? താഴോട്ട് പോരുന്നത് ആ ഒരു മൊമെൻറ്റത്തിനെ നമ്മൾ എൻട്രി എടുക്കുന്ന കണ്ടക്സ്റ്റിൽ ഇവിടെ വെച്ച് നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ മാർക്കറ്റ് അതിലേലും പോയിട്ട് നമുക്ക് എന്ത് കാര്യം, കറക്റ്റ് അല്ലേ?
സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സോ യു ആർ ഗെറ്റിംഗ് 1 2 3 റൈറ്റ്, ഓർ 1 2 അറ്റ്ലീസ്റ്റ് യു ആർ ഗെറ്റിംഗ്, ദെൻ പ്രൈസ് ഈസ് കമ്മിങ് ബാക്ക് അല്ലേ, പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക്. സോ പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് എന്ന് പറയുമ്പോഴത്തേന് ഇതുണ്ട്, പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് വൺ ടൈം, ദെൻ എഗെയിൻ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ, പുള്ളിങ് ബാക്ക്. മനസ്സിലായോ? അപ്പം ഈ ഒരു സ്ട്രക്ചർ കാണുമ്പം പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് എത്ര സമയം 2 ടൈം പ്രൈസ് പുൾ ബാക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ കൺസെപ്റ്റ് പ്രകാരം പ്രൈസ് പുൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയോ ഇല്ലയോ, ഏകദേശം അവിടെ എത്തുന്നുണ്ടോ ഇല്ലയോ, എത്തുന്നുണ്ട്. ഓക്കെ, നൗ ദ പ്രോബ്ലം ഇസ് ദാറ്റ് അപ്പം നമ്മൾ പറയും ഈ ഒരു പോയിന്റ് ഡിസ്കൗണ്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കും, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് പ്രൈസ് ഇവിടെ വന്ന് കയറി വെച്ച് ഇവിടെ നേരെ താഴെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയല്ലേ വരേണ്ടതെന്ന് ചോദിക്കും. എക്സാക്ട്ലി, യു ഗോട്ട് ഇറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റൈറ്റ് പോയിന്റ്, യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക് ആൻഡ് കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇപ്പം ഇവിടെ വന്ന് അങ്ങനെ വരണ്ടേ എന്ന് ചോദിക്കും, അങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നോക്കുന്ന കാര്യം ഈ ഒരു ക്യാൻഡിൽസ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്, ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്, ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് പ്രൈസ് ഇസ് കമ്മിങ് ഡൗൺ ഇവിടെ, അതിനുശേഷം പ്രൈസ് മോളി വന്നു. അപ്പോൾ ഇതൊരു പോയിന്റ്, ഹയസ്റ്റ് പോയിന്റ് അതാണ്, അതിനുശേഷം പ്രൈസ് നേരെ താഴെ വന്നു. അപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോഡി ലെവലിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്ത് കുറച്ച് നേരം നിന്നതിന് ശേഷം പ്രൈസ് താഴെ വന്നു, വീണ്ടും പ്രൈസ് താഴെ വരുന്നുണ്ട്. സി, ആ സ്വീപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ മുകളിലും പ്രൈസ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് അല്ലേ? അങ്ങനെ സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് അപ്പം ഇത്രയും പോർഷനിൽ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത്രയും പോർഷനിൽ കംപ്ലീറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ഇവിടെ വരുന്നില്ല. എന്തുകൊണ്ട് പ്രൈസ് ഇവിടെ വരുന്നില്ല? ദാറ്റ് ഇസ് എ മിസ്റ്ററി. ഐ വിൽ റിവീൽ ഇറ്റ് യു ഓൺ സബ്സിക്വൻറ്റ് ലെസൺസ്. ഏതാണ് നമ്മളുടെ ഇനിയൊരു പുതിയൊരു സ്കീമാറ്റിക് കോംബോ വിത്ത് ലിക്വിഡിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റിൽ വരുന്നുണ്ട്. അപ്പം ആ വീഡിയോയ്ക്കകത്ത് നിങ്ങളെല്ലാവരും കമൻറ്റ് എഴുതിക്കൊണ്ടിരിക്കുക. ഓക്കെ, എന്തുകൊണ്ട് പ്രൈസ് ഇവിടെ വന്നില്ല, എന്തുകൊണ്ട് പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്യാൻ വന്നില്ല? സോ അതിൻ്റെ വീഡിയോ തുടങ്ങുമ്പോഴത്തേനും യു ക്യാൻ റിമെമ്പർ ദിസ് വൺ. ഓക്കെ, എന്നിട്ട് എന്നോട് ചോദിക്കുക എന്തുകൊണ്ട് അവിടെ വന്നില്ല. അപ്പോൾ ആ കമൻറ്റ് കാണുമ്പോൾ ഞാൻ വരാം, ഇല്ലെങ്കിൽ ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മേ ബി ആ സമയത്ത് ഞാൻ എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ. സോ അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. നൗ എങ്ങനെയാണ് ലിക്വിഡിറ്റി ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൗ ഇഫ് ഐ വാണ്ട് ടു എക്സ്പ്ലെയിൻ യു ദിസ് കൺസെപ്റ്റ്, ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് മോർ ദാൻ 3 hours ടു എക്സ്പ്ലെയിൻ ഓൾ ദീസ് തിങ്സ്. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ, അതായത് ഈ ഒരു സീക്വൻഷ്യൽ പ്ലേ ഔട്ട് ഓൺ എ മൈനർ സ്ട്രക്ചർ, നമുക്ക് ഈ സംഭവം ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? യെസ് അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനൊരു മാർക്ക് ഇട്ട് നോക്കുകയാണെങ്കിൽ എത്ര ശതമാനത്തിൽ നമുക്ക് ഇതിന് മാർക്ക് ഇടാൻ പറ്റും? ഒരു 60 മാർക്ക് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും അല്ലേ? ബട്ട് ഇഫ് ഐ എക്സ്പ്ലെയിൻ യു ദിസ് പോയിൻ്റ് ഓൾസോ, ഈ ഒരു പോയിൻ്റ് ഓൾസോ, ദെൻ ഈ 60 മാർക്ക് പ്ലസ് ഒരു 20 മാർക്കും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. 80 മാർക്കായോ? സോ ഇറ്റ് ഇസ് ആൻ എക്സലൻറ്റ് സെറ്റപ്പ്. ദെൻ ഐ ടുക്ക് ആൻ എൻട്രി ഹിയർ, ദെൻ പ്രൈസ് ഹോൾഡ് ഡൗൺ. അപ്പം ഇങ്ങനത്തെ എൻട്രിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി, പ്രൈസ് ഓൺ എ കൺസിസ്റ്റൻറ്റ് റൈസ്. സോ ഇങ്ങനെ പ്രൈസ് മുകളിലേക്ക് വരിക. നമ്മൾ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഓൾസോ ബൈങ് പ്ലാനും ഉണ്ട്, നമുക്ക് 2 പ്ലാനും ഉണ്ട്. നമ്മൾ ട്രേഡിംഗ് സീക്രറ്റ്സ് കമൻറ്റേഴ്സ് ആണ്. അപ്പം നമ്മുടെ കയ്യിൽ എല്ലാ ആയുധങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേനും എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ബൈങ് പ്ലാൻ. അപ്പോൾ ഈ പ്രൈസ് ഇങ്ങനത്തെ ഈ ഒരു ആക്ടിവിറ്റിയിൽ, ഓക്കെ, ഈ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയിൽ എനിവേർ ഇൻ ദിസ് ചാർട്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇവിടെ നോക്കി ഇങ്ങനെ മുകളിലോട്ട് കയറി പോവുക. അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, തന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ ലോയുടെ താഴെ പ്രൈസ് പോകുന്നില്ല അല്ലേ? ഈവൻ ഈ കാൻഡിൽ സ്റ്റിക്സിൻ്റെ ഫോർമേഷൻ വെച്ചിട്ടാണെങ്കിൽ പോലും നോക്കി, നമ്മളെ സംബന്ധിച്ച് എന്താണ് ഇവിടെ ആക്ച്വലി എന്താണ് ഇവിടെ വേണ്ടത്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊമെൻറ്റത്തിൽ പ്രൈസ് താഴോട്ട് വരുന്നുണ്ട്. ബട്ട് ഈസ് ഇറ്റ് പുള്ളിങ് ബാക്ക് ടു ലിക്വിഡേറ്റ് എവറിത്തിങ്? യെസ്, ഇറ്റ് ഈസ് പുള്ളിങ് ബാക്ക് ടു ലിക്വിഡേറ്റ് എവറിത്തിങ്. പക്ഷേ പുള്ളിങ് ബാക്ക് എന്ന് പറയുമ്പോഴത്തേനും എന്താണ് മാർക്കറ്റിൻ്റെ ആക്റ്റീവായിട്ടുള്ള പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി എങ്ങനെയാണ് കാണിക്കേണ്ടത്? ഇങ്ങനെ കാണിക്കണം. 1 2 3 സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ. So is it showing you that direction? No. Then why are you going and shorting here? Then price is going up again. Do you see any setup playing in front of you in this area? Price manipulation. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസ് മാനിപ്പുലേഷൻ ഇവിടെ കാണുന്നുണ്ടോ? ഹൈ ഇസ് മേഡ്, ലോ ഇസ് മേഡ്, ഹൈ ഇസ് ടേക്കൻ, ലോ ഇസ് ടേക്കൻ, ലോ ഇസ് നോട്ട് ടേക്കൻ. സോ പുൾ ബാക്ക് ഐഡിയയിൽ എന്തെങ്കിലും പുൾ ബാക്ക് ഇവിടെ മിറ്റിഗേഷൻസ് കാണുന്നുണ്ടോ? ഇറ്റ് ഈസ് നോട്ട്. ദിസ് ഈസ് എ പുൾ ബാക്ക് സെനാരിയോ. ദിസ് ഈസ് എ പുൾ ബാക്ക് അല്ലേ? ഇത് ലാസ്റ്റ് ബോട്ടം ക്യാൻഡിൽ. ആ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് വരുന്നുണ്ടോ? പ്രൈസ് ഏകദേശം പ്രൈസ് ഇവിടെ വരുന്നുണ്ട്. സോ വിൽ യു ബി ബൈയിങ് ഓർ സെല്ലിങ്? സോ ഈ ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം. വാട്ട് സെറ്റപ്പ് ആം ഐ സീയിങ് ഇൻ ദ ചാർട്ട്? നമ്മളെല്ലാം കൂടെ പിടിക്കാൻ പോകരുത്. സി, പ്ലാൻ ഓൺ വൺ തിങ്, ഡു ഇറ്റ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ തിങ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഇവിടെ പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു റെക്ടാങ്കുലർ ബോക്സ് വരച്ച് നോക്കുമ്പോൾ. സോ എന്തിനാണ് അവിടെ പോയി നമ്മൾ ട്രേഡ് എടുക്കുന്നത്?
സോ നെക്സ്റ്റ് ലെവലിൽ ആ ഒരു ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തു. ഇതിന് മുകളിൽ ഒരു സ്റ്റെപ്പും കൂടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ക്ലിയർ ഔട്ട് ചെയ്തു. അതിനുശേഷം പ്രൈസ് ഇവിടെയും പ്രൈസ് വരുന്നുണ്ട്. പ്രൈസ് വരുമ്പോഴത്തേനും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എ ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ടേക്കൺ, പ്രൈസ് ഇതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോകുന്നു അല്ലേ. മുകളിലേക്ക് പോകുമ്പം നമ്മൾ നോക്കുന്നത് എന്താണ്? അതിനുശേഷം പ്രൈസ് വന്നു കഴിയുമ്പോഴത്തേനും എഗെയിൻ ഇറ്റ് ഈസ് ഓൺ എ സൈഡ് വേസ് മൊമെൻറ്റത്തിൽ തന്നെയാണ് മാർക്കറ്റ് നിന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ, സൈഡ് വേസ് മൊമെൻറ്റ്. സോ നൗ നെക്സ്റ്റ് ലെവലിൽ നമ്മൾ നോക്കുമ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ നമ്മൾ പതുക്കെ അനലൈസ് ചെയ്യാൻ പഠിക്കണം. ഇവിടെ ഇതാണ് നമ്മളുടെ റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ റേഞ്ച് ബിഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഇവിടെ റേഞ്ച് വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സൈഡ് വേസ് മൊമെൻറ്റം വെച്ച് നമ്മൾ നോക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ രണ്ടും സ്മോൾ റേഞ്ചിലാണ് വരുന്നത്, ബിഗ് റേഞ്ചാണ് വരുന്നത്. സോ പ്രൈസിൻ്റെ ആക്ടിവിറ്റി മോറായിട്ട് വരുന്നു. അപ്പോൾ പ്രൈസിൻ്റെ ആക്ടിവിറ്റി മോർ എന്താ പറയുന്നത്, പ്രൈസിൻ്റെ ലെങ്ത് കൂടി വരുമ്പോഴത്തേനും വാട്ട് ഈസ് ഹാപ്പനിങ്, ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയിൽ പ്രൈസ് താഴെ വരുന്നു മുകളിൽ വരുന്നു. ദിസ് ആക്ടിവിറ്റി ഈസ് ബീങ് റിപ്പീറ്റഡ്. ഓൺലി വൺ തിങ് ഈസ് എക്സ്ക്ലൂഡിങ് ഇയർ. ഇവിടുത്തെ ആക്ടിവിറ്റി എന്തുകൊണ്ടാണ് അവിടെ ലിക്വിഡിറ്റി അബ്സോർപ്ഷൻ നടക്കാതെ മാർക്കറ്റ് അവിടെ വരാതെ പോയത് എന്നുള്ളത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഇസ് എ സീക്രട്ട്. എനിവേ ഇവിടെ വെച്ച് നമുക്ക് നമ്മൾ എൻട്രി എടുത്തു, പ്രൈസസ് ഫോളൻ അല്ലേ. 2-3 ക്യാൻഡിൽസിനുള്ളിൽ തന്നെ പ്രൈസ് താഴെ എത്തിക്കഴിഞ്ഞു, ഡിസ്കൗണ്ട് എല്ലാം ചെയ്തു കയറിപ്പോകുന്നു. അപ്പം നമ്മളുടെ സെറ്റപ്പ് പ്രകാരം ഇവിടെ ഇത് ഏകദേശം പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഏകദേശം നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ഇവിടെ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ കാണുമ്പം നമ്മളൊരു ചാൻസ് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ ഒരു വന്നിരിക്കുന്ന ഈ എക്സ്ട്രീം ബുള്ളിഷ് സെനാരിയോയിൽ എവിടെയെങ്കിലും നമ്മൾ ഈ പറയുന്ന സീക്വൻഷ്യൽ പ്ലേ ഔട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഒൺലി ഇവിടെ വരുമ്പോൾ മാത്രം നമുക്കൊരു കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ അവിടെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. സോ ഈവൻ ഇത് നമുക്ക് 100% നമുക്കിവിടെ പ്ലേ ഔട്ട് ചെയ്യുന്നില്ലെങ്കിലും യു നോ ദാറ്റ് ദിസ് ഈസ് എ എൻജിനീയർഡ് ലിക്വിഡിറ്റി. പ്രൈസ് ഇതിന് താഴെ ടാപ്പ് ചെയ്യാനുള്ള സർവ്വ ചാൻസസും ഉണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്കറിയാമായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ആർ റിലേറ്റിംഗ് ദ ചാർട്ട് റീഡിങ് ഇൻ സച്ച് എ വേ. എങ്ങനെയാണ് നമ്മളുടെ ചാർട്ട് റീഡിങ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഓൺ എ കണ്ടക്സ്റ്റ് ടു കണ്ടക്സ്റ്റ് ബേസിസിലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചില സമയത്ത് എൻജിനീയർഡ് ലിക്വിഡിറ്റി ഫോം ചെയ്യും, ചില സമയത്ത് എന്ത് ചെയ്യും, പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യും, ചില സമയത്ത് എന്ത് ചെയ്യും, ഹൈ വോളിയം ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഹൈ വോളിയം ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പം മാർക്കറ്റ് ഈ ഹൈ വോളിയം ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇറ്റ് ഹാസ് ഡിസ്കൗണ്ടഡ് എവരിത്തിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മുകളിൽ ഹൈ വോളിയം ക്യാൻഡിൽ ഇവിടെ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതുണ്ടോ ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ ഇതുണ്ട്. ഇതാണ് നമ്മളുടെ ക്യാൻഡിൽ എന്ന് പറയുന്നത്, ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ. സോ ഇതായിരുന്നു അതിന് മുമ്പിലത്തെ ക്യാൻഡിൽ അല്ലേ, 2 മില്യൺ. ഇതെന്ന് പറയുന്നത് എത്ര വരുന്നുണ്ട്? അതിന് ഏകദേശം 2 മില്യൺ. ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിനുശേഷം പ്രൈസ് ട്രേഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? അപ്പോഴേ നമ്മൾ അവിടെ കയറി ഷോർട്ട് അടിക്കുക എന്നുള്ളതല്ല. നമ്മളുടെ ഐഡിയ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിൽ കയറി പ്രൈസ് ട്രേഡ് ചെയ്തു, അതാണ് ഈ ഒരു മൂവ്മെൻറ്റ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? പ്രൈസ് നേരെ മുകളിലേക്ക് വരണം. ഓക്കെ, ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിൽ ആ ഫസ്റ്റ് ടൈം ടാപ്പ് ചെയ്തതിൻ്റെ മുകളിൽ കയറി പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ യു ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് യു ആർ സ്റ്റാൻഡിങ് ഇൻ എ പ്രീമിയം ഏരിയ ഓർ പ്രൈസ് ഹാസ് ഡിസ്കൗണ്ടഡ് വിത്ത് റെസ്പെക്ട് ടു ദ റൈസിങ് മാർക്കറ്റ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഏരിയയിൽ പ്രൈസ് ഇവിടെ നിൽക്കുമ്പോൾ അപ്പം അതിനുശേഷം പ്രൈസ് നേരെ താഴോട്ട് വരുന്നു. മനസ്സിലായി? അപ്പോൾ നമ്മളെപ്പോഴും നോക്കുന്നത് എന്താണ്? ഈ സീക്വൻഷ്യൽ പ്ലേ ഔട്ടിനകത്ത് കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാർക്കറ്റ് എങ്ങനെയാണ് ലിക്വിഡേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ നോക്കുന്നത്. സോ ഫ്രാക്ടൽ വോളിയം ക്ലബ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ സ്കീമാറ്റിക് വേയിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ സ്കീമാറ്റിക് ഈസ് നത്തിങ് ബട്ട് ഹൗ ദ മാർക്കറ്റ് ഈസ് ഡിസ്കൗണ്ടിങ് ഓൺ എ പർട്ടിക്കുലർ സെറ്റപ്പ് എന്നുള്ളതാണ് ഈ സ്കീമാറ്റിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ, ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്, റൈറ്റ്? പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ, ഇറ്റ് ഗോസ് അപ്പ്, അതിൻ്റെ മുകളിൽ കയറുന്നു. ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ താഴോട്ട് വരാനുള്ള പ്രൈസ് ആണെങ്കിൽ ഇറ്റ് ഡിസ്കൗണ്ടഡ് ദിസ് മൂവ്മെൻറ്റ്. മനസ്സിലായോ? അല്ലെങ്കിൽ പ്രൈസ് ഇങ്ങനെ വരുന്നു, പ്രൈസ് ഈസ് പുള്ളിങ് ഡൗൺ, ദെൻ എന്ത് ചെയ്യുന്നു? ഇത് മുകളിലോട്ട് പോകാനുള്ള മാർക്കറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രൈസ് അഗെയിൻ ഇറ്റ് വിൽ ഗോ അപ്പ്, ഇറ്റ് വിൽ ഡിസ്കൗണ്ട് ദിസ് വൺ. മനസ്സിലായോ? അപ്പോൾ തിരിച്ചു മറിച്ചും പ്രൈസിൻ്റെ ആക്ടിവിറ്റി മാർക്കറ്റ് സ്കീമാറ്റിക് സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ് ഓൺ ടൈം, ഓൺ എ പ്രോപ്പർ ടൈം. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഐഡിയാസ് മുന്നോട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങുന്നത്. സോ ഓൾവേസ് ലുക്ക് അറ്റ് ദി ചാർട്ട് ഇൻ സച്ച് എ വേ. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ മൊമെൻറ്റം കാണണം എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് സംഭവം? certain ഏരിയാസിൽ നമുക്ക് മൊമെൻറ്റം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. certain ഏരിയാസിൽ നമുക്ക് ടു ലെഗ്ഡ് പുൾ ബാക്ക് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മേ ബി യു വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ഓൺ സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് എ സെല്ലിംഗ് ബൈയിങ് എൻട്രി,
സോ 3 ടൈം ഇത് പുൾ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഫോർ എ ബൈ എൻട്രി. അറ്റ്ലീസ്റ്റ് 2 ടൈം പുൾ ബാക്ക് ചെയ്യുന്നോടം വരെ നമുക്ക് നോക്കാം. അറ്റ്ലീസ്റ്റ് ഇവിടം വരെയും വരുന്നോടം വരെ നമുക്ക് നോക്കാം എൻട്രിക്ക് വേണ്ടിയിട്ട്. സോ നമ്മൾ സെല്ലിംഗ് സൈഡിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ബുള്ളിഷ് സെറ്റപ്പിലാണെങ്കിൽ പോലും വെൻ പ്രൈസ് ഡിസ്കൗണ്ട്സ് ദിസ് പോയിന്റ് തേർഡ് പോയിന്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ക്യാൻ നോ ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഓൺ എ സെല്ലിംഗ് സൈഡ്, അറ്റ്ലീസ്റ്റ് ഫോർ എ മൈനർ കറക്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ പ്രൈസ് താഴോട്ട് വരാനുള്ള സർവ്വ ചാൻസും ഉണ്ട്. അപ്പം മൈനർ ടൈം ഫ്രെയിമിൽ ഈ ഒരു ആക്ടിവിറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സോ നമുക്കിപ്പം വേണ്ടത് നമുക്ക് വി വിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഹിയർ. തേർഡ് ലെഗിൽ നമ്മളിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. യു വിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഹിയർ. നമുക്ക് ഈ രണ്ട് സംഭവത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു നീഡ് ടു ലേൺ എ ലോട്ട് മോർ. കുറച്ചുകൂടെ മുന്നോട്ട് നമുക്ക് ലെസൺസ് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡിയാസ് തിരഞ്ഞെടുക്കാം. അപ്പോൾ അതുവരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് യു വിൽ ബി പാർട്ടിസിപ്പേറ്റിംഗ് ഓൺലി ഹിയർ. ദെൻ ലിറ്റിൽ സോങ്ങിൻ്റെ ബേസിസിൽ നമുക്ക് നോക്കാൻ പറ്റും. ലിറ്റിൽ സോങ് ഇവിടെ പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. നൺ ഓഫ് ദ ക്യാൻഡിൽ ഈസ് ഷോയിങ്. ബട്ട് ക്യാൻഡിൽ വൈസ് നമുക്ക് നോക്കാൻ പറ്റും. സോ ബിഫോർ എൻട്രി എടുക്കുന്നതിന് മുന്നേ ഇവിടെ നമുക്ക് നമ്മളുടെ സ്ട്രക്ചർ പ്രകാരം എൻട്രി എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു സ്ട്രക്ചർ പ്രകാരം സെല്ലിംഗ് സൈഡ് എൻട്രിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വെദർ ഇറ്റ് ഈസ് പ്ലേയിങ് ഔട്ട് ഓൺ എ ക്യാൻഡിൽ സ്റ്റിക്ക് വൈസ്, നമ്പർ 1. നമ്പർ 2, ഇഫ് ഇറ്റ് ഈസ് ഓൺ എ ഗ്ലോബൽ ലെവൽ 3 മിനിറ്റിൻ്റെ ആണെങ്കിലും രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ക്യാൻഡിൽ macro level and micro level. So macro level is this, micro level also this, macro level on a global level completely, okay, and micro level on a candlestick wise, okay. This is a technique that you need to use. അപ്പോൾ എവിടെയാണോ കൂടുതൽ കോൺഫ്ലുവൻസസ് നമ്മൾ ആ സമയത്ത് കാണുന്നതെന്ന് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പം നിങ്ങൾക്കത് പതുക്കെ ഓരോരുത്തർക്കും കിട്ടാൻ തുടങ്ങും. ഇഫ് യു സീ 1 times you cannot unsee, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? ഒരു പ്രാവശ്യം നമ്മളത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കണ്ണിൽ നിന്ന് അത് മറച്ചു വെക്കാൻ സാധ്യമല്ല ഈ ചാർട്ടിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇന്നത്തെ ലെക്ചർ കുറച്ച് കൂടിപ്പോയി. എനിവേ, ലോട്ട് ഓഫ് ഇൻസൈറ്റ്സ് ആർ ദെയർ. അപ്പോൾ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ട് എൻട്രി സെനാരിയിലേക്ക് ക്ലബ് ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ഒത്തിരിയധികം കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ നയിക്കുന്നത് ഒരു പ്രോപ്പറായിട്ടൊരു ഡിസിപ്ലിൻഡ് എൻവയൺമെൻറ്റിൽ നിന്നിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യണം, ഏത് പർട്ടിക്കുലർ ക്യാൻഡിലാണ് നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത്, മാർക്കറ്റ് ആ സമയത്ത് ഡിസ്കൗണ്ടഡ് സ്ട്രക്ചറിലേക്കാണോ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഫ്രാക്ടൽ വോളിയം ഡെലിവറി വെച്ച് നോക്കുമ്പം ആ ഒരു പൊസിഷണൽ പ്ലേസിങ്ങിൽ മാർക്കറ്റിൽ നമ്മളൊരു സെല്ലിംഗ് സൈഡിലാണ് നിൽക്കുന്നത്. ആർ വി സ്റ്റാൻഡിങ് ഇൻ എ പ്രീമിയം ഏരിയ ടു സെൽ? ഇഫ് നമ്മൾ ഒരു ബൈയിങ് സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ ആർ വി സ്റ്റാൻഡിങ് ഇൻ എ ഡിസ്കൗണ്ട് ഏരിയ ടു ബൈ എന്ന് നമ്മൾ എപ്പോൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നോ ദെയർ യു ആർ. മനസ്സിലായോ? അവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ബിൽഡപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ലെക്ചർ വളരെയധികം നീണ്ടുപോയി. കൺഗ്രാജുലേഷൻസ്, യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക് ആൻഡ് യു ആർ എ പ്രൊഫഷണൽ ട്രേഡർ നൗ. ബിക്കോസ് സെറ്റപ്പ് വൈസ് നമുക്ക് കുറേയധികം കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. പല സെറ്റപ്പ് കാണുന്നതിന് പകരം ഒരൊറ്റ സെറ്റപ്പിൽ കീപ്പ് ഓൺ പ്രാക്ടീസിങ് ഇറ്റ്. ഈ ഒരു സെറ്റപ്പിൽ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം സംഭവങ്ങൾ ഈ എവിടെയൊക്കെ വെച്ചാണോ മാർക്കറ്റ് ഫോൾ ചെയ്തിരിക്കുന്നത്, എവിടെയൊക്കെ വെച്ചാണോ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിരിക്കുന്നത്, അവിടെ എന്തെല്ലാം കോൺഫ്ലുവൻസസ് നമുക്ക് അവിടെ പോയി കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ചാർട്ടിൽ കീപ്പ് ഓൺ പ്രാക്ടീസിങ് ഇറ്റ്. ദെൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഈ ഒരു സെറ്റപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കമ്പാക്ട് ദെൻ വാട്ട് യു ഹാവ് ടു ഡു, യു നീഡ് ടു റൈറ്റ് എ സ്മോൾ കമൻറ്റ് ദാറ്റ്സ് ട്രേഡിംഗ് സീക്രറ്റ്സിൽ നമ്മൾ പഠിച്ച പാഠങ്ങൾ പോലെ എനിക്ക് ഈ സെറ്റപ്പ് കണ്ടുപിടിക്കാൻ പറ്റി, ഐ എം പ്രൗഡ് ഓഫ് ട്രേഡിംഗ് സീക്രറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് എഴുതുക. ദാറ്റ് ഐ എം ഓൾസോ താങ്കിങ് യു ബിക്കോസ് യു ആർ ഓൾ റൈറ്റിംഗ് എക്സലൻറ്റ് കമൻറ്റ്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഒരു ചാനലിലും കാണാത്ത അത്ര, ബിക്കോസ് നമ്മൾ അത്രയധികം ഹാർഡ് വർക്കോട് കൂടി ഈ ചാനലിനെ നമ്മൾ രണ്ട് കൂട്ടരും ആസ് എ വ്യൂവർ, ഞാൻ പഠിപ്പിക്കുന്ന ആളാണെങ്കിലും ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെ വന്ന് എനിക്കും അത് കാണിച്ചു തരാൻ വേണ്ടി പറ്റി. സോ എന്നെ എനർജറ്റിക് ആയിട്ട് ഇത്രയും നല്ല നിർത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്മകൾ വരട്ടെ ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ.